ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ടും ക്യാരറ്റും കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബീട്രൂട്ട് പറിച്ചില്ലായിരുന്നു, അതിൻ്റെ ഇല വെച്ച് തോരൻ വെച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ ആ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുള്ളൊരു മെഴുക്കാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ ക്യാരറ്റും ഇതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. സവാളയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി നിർബന്ധമായിട്ട് ചേർക്കണേ, അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ തക്കാളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ അല്പം ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടൊന്ന് ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് അതും ഒന്ന് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറു തീയിലൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പുളിയുള്ള തക്കാളിയാണ് കുറച്ച് നല്ലത് കേട്ടോ. ഇനിയിപ്പം തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഒരല്പം പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം നല്ലൊരു റെസിപ്പിയുമായി.